മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് റെഡിയായി പുറത്തേക്ക് വരുമ്പോഴാണ് മുത്തശ്ശിയും പ്രതാപനും കാറിൽ വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയെ കാണുന്നുണ്ട്. എടാ പ്രതാപ, തീർത്ഥാടനൊക്കെ കഴിഞ്ഞു വന്ന് ഇവളെയാണല്ലോ കണി കാണുന്നത്. ഓ, വേണ്ടായിരുന്നു. അങ്ങനെ അമ്മേ, മോഹിനിയുടെ മുഖത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവളുടെ മുഖത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് പോലെ ഇല്ലേ? വല്ലാത്തൊരു കടുപ്പിച്ച നോട്ടമൊക്കെ ഉണ്ടല്ലോ. ആടാ, ഞാനും ശ്രദ്ധിച്ചു. എന്തായാലും ചോദിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ മോഹിനിക്കരികിലേക്ക് പോകുന്നു. മോഹിനിയാണെങ്കിൽ പിടിച്ചു തിന്നാനുള്ള ദേഷ്യത്തിൽ അവരെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. എന്താടി, എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്താ എങ്ങനെ നോക്കുന്നതെന്നോ, പെട്ടെന്നാണ് അവര് കരുണയെ കാണുന്നത്. മോളിതെപ്പോ വന്നു? അയ്യോ പ്രതാപ, ഇത് നോക്കടാ, മോളുടെ കവിളിലൊരു പാട്. അങ്ങനെ അവർ രണ്ടുപേരും, എന്ത് പറ്റി മോളെ, എന്താ? മോള് പണി ചെയ്യാത്തതിന്റെ പേരിൽ ആ മഹാലക്ഷ്മി മോളെ അടിച്ചോ? അവളല്ല അടിച്ചത്, ഇവിടെ ഒരാളാണ്. ദേ, ആ നിൽക്കുന്ന അച്ഛന്റെ ഭാര്യ. ഡി, നീ എന്തിനാടി എന്റെ മോളെ അടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും നേരെ മോഹിനിക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോ, മോഹിനിയാണെങ്കിൽ തല്ലാൻ വരുന്ന പ്രതാപന്റെ നേർക്ക് കൈ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, തൊട്ടു പോവരുത് തന്നെ. മോളോട് ചോദിക്കേ എന്തിനാ അടിച്ചതെന്ന്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന എന്റെ മോൾക്കും കുഞ്ഞിനും എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ ഇതൊന്നും ആയിരിക്കില്ല. പിന്നെ അച്ഛനും മോളും ജയിലിൽ കിടക്കേണ്ടി വരും. ഓർത്തോ, ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാ സംഭവിച്ചെന്നേ വിശദമായിട്ട് കൊച്ചുമോളോട് ചോദിച്ച് മനസ്സിലാക്കുക എന്ന് മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മോഹിനി പോകുന്നു. ഈ സമയം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രതാപനും മുത്തശ്ശിക്ക് മനസ്സിലാവുകയാണ്. എന്താ മോളെ, എന്താ സംഭവിച്ചത്? മോള് എന്തെങ്കിലും അപകടം ഒപ്പിച്ചോ? ആ, ഒപ്പിച്ചു. ആ മഹാലക്ഷ്മിയെ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നും തള്ളി താഴെ ഇട്ടു. അയ്യോ, എന്തൊക്കെയാ കേൾക്കുന്നത്? മോളെ, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയേ? എന്നിട്ടോ? ആ, വീഴ്ചയിൽ നല്ല ആഘാതമുണ്ട്. മഹാലക്ഷ്മി ജീവിച്ചാലും കുഞ്ഞ് ജീവിക്കാൻ ചാൻസ് ഇല്ല. കുഞ്ഞു വേണ്ട. കുഞ്ഞില്ലാത്ത മഹാലക്ഷ്മിയെ കാണാനാണ് എനിക്കിഷ്ടം. എന്തായാലും എപ്പോഴാണെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. അവിടുത്തെ അടിമപ്പണി ചെയ്യുന്നതിനേക്കാൾ നല്ലതേ ജയിലിൽ പോയി കിടക്കുന്നതാണെന്ന് കരുണ പറയുമ്പോൾ, എന്റെ പൊന്നു മോളെ, നീ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് അച്ഛനോടും മുത്തശ്ശിയോടും ഒരു വാക്ക് ചോദിച്ചോടെ? നിങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അന്ന് തന്നെ ഞാൻ അങ്ങനെ അടിമപ്പണി ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും എന്താ പറഞ്ഞ്? എല്ലാം കുറച്ച് ദിവസത്തേക്ക് ക്ഷമിക്കാനല്ല. ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. ആ നശിച്ച വീട്ടിലെ അടിമപ്പണി ചെയ്യാൻ എനിക്കിനി സാധിക്കില്ല. നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ടാ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ചെയ്തത്. എടാ പ്രതാപ, ഞാൻ പറഞ്ഞില്ലേ അന്ന് പിറന്നാൾ കഴിഞ്ഞ് പോയപ്പോ മോള് രണ്ടും കൽപ്പിച്ചിട്ട് പോയിരിക്കുന്നതെന്ന്. അതെ, ആ പോയവരുടെ പിറന്നാൾ കഴിഞ്ഞ് പോയതിനു ശേഷം രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. ഇന്ന് രാവിലെ അവൾ കുറച്ച് കൽപ്പനകളുമായിട്ട് വന്നു. ഞാനേ അത് നിരസിച്ചു. മാത്രമല്ല എന്നോട് ദേഷ്യപ്പെട്ട അവളെ തള്ളി താഴെ ഇടുകയും ചെയ്തു. ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ICUലേക്കാണെന്നാ കേൾക്കുന്നത്. എന്തായാലും എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അവളുടെ കുഞ്ഞ് പോണം. അവളെ കണ്ണന്റെ വീൽ ചെയർ തള്ളി നടന്നാൽ മതി. അതിനാണല്ലോ അവളെ ഇവിടെ നിന്നും കൊണ്ടുപോയത്. അല്ലാതെ കണ്ണനൊപ്പം കുഞ്ഞിനെയും കൈപിടിച്ച് വരുന്ന മഹാലക്ഷ്മിയെ എനിക്ക് കാണണ്ട. അതിനേക്കാൾ വലിയ ശിക്ഷ എനിക്കില്ലെന്നിങ്ങനെ കരുണ തറപ്പിച്ച് പറയണം. ഇനി എന്ത് വന്നാലും അത് ഞാൻ ഫേസ് ചെയ്തോളാം. നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയം മുത്തശ്ശിയും പ്രതാപനും ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഈശ്വര, ഇനി പോലീസാണോ മാർക്കോയാണോ ഇങ്ങോട്ട് വരാൻ പോകുന്നത്? മിക്കവാറും ആ മാർക്കോയായിരിക്കും. എടാ പ്രതാപ, ഞാനേ കുറച്ച് വെള്ളം തിളപ്പിക്കാം. എന്തിനാമേ? എടാ, എന്തായാലും നിന്റെ ദേഹത്തെ ചൂട് പിടിപ്പിക്കേണ്ടി വരുമല്ലോ. മാത്രല്ല ഇപ്രാവശ്യം മോളുടെ ദേഹത്ത് ചൂട് പിടിപ്പിക്കേണ്ടി വരും. അമ്മേ, എനിക്കിപ്പോ അതൊന്നല്ല വിഷമം. ഞാൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല. പക്ഷെ മോള് ജയിലിൽ പോകാന്ന് വെച്ചാൽ ഈ ജന്മം നമുക്ക് കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാണത്. എന്തായാലും ആ കണ്ണൻ വെറുതെ ഇരിക്കും തോന്നുന്നില്ല. അങ്ങനെയുള്ള കാര്യമല്ലേ മോൾ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഓ, എനിക്ക് വയ്യ. എടാ, നീ ഇങ്ങനെ കിടന്നേ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഒരാളെ കൊല്ലുമ്പോ ഓർക്കണമായിരുന്നു. അമ്മേനിപ്പോ അതൊന്നും പറഞ്ഞ് ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ കുളിച്ച് റെഡിയായി നിൽക്കട്ടെ. പോലീസ് വന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് പോവാലോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ചുടുവെള്ളം വെക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ മോഹിനിയാണെങ്കിൽ ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ഇത് കാണുന്ന കണ്ണനാണെങ്കിൽ മോഹിനിയോട് ചോദിക്കുന്നുണ്ട്, അമ്മയോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതല്ലേ, ഞാൻ എങ്ങനെയാ മോനെ അവിടെ സമാധാനത്തോടെ ഇരിക്കുക? മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാനായിട്ടില്ല അമ്മേ. മഹിയുടെയും കുഞ്ഞിന്റെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവിടെ അവര് തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്റെ മോൾക്ക് ദോഷം സംഭവിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നാ തോന്നുന്നത്. അതൊന്നല്ല അമ്മയെ കാരണം. അവരുടെ കൊച്ചുമോൾ ചെയ്ത പ്രവൃത്തികൾ കാരണം കൊണ്ടാണ് എന്റെ മഹി ഇപ്പോ ഈ അവസ്ഥയിലൂടെ കിടക്കുന്നത്. ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അല്ലെങ്കിലും എന്റെ അച്ഛനെ കൊന്നത് മുതൽ എത്ര കാലങ്ങളായി എന്നെ അവർ കാർന്നു തിന്നാൻ തുടങ്ങിയിട്ട്. എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഇപ്പോഴും എന്റെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ മഹിയെയും ജീവിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. ഇതൊരിക്കലും ഈ കണ്ണൻ ക്ഷമിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, മോനെ, അമ്മയ്ക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അത് എന്റെ മാത്രം സംശയങ്ങളാണെന്ന് എനിക്കറിയില്ല. ഒരുപാട് തവണ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. മോളോടും പറയണമെന്ന് ഒരുപാട് ആലോചിച്ചു. എന്താമ്മേ, എന്താ കാര്യം? ഞാൻ ഇതിനെക്കുറിച്ച് മോളോട് പോലും പറഞ്ഞിട്ടില്ല. മോനോടാണ് ആദ്യമായിട്ട് പറയുന്നത്. അമ്മ കാര്യം പറയേ. അത് മോന്റെ അച്ഛന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട്. പ്രതാപൻ
മാനസികത തെറ്റി കിടക്കുന്ന സമയത്ത് ആ പാമ്പൻ ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് വരുമായിരുന്നു. അപ്പോഴൊക്കെ അയാളെ കാണുമ്പോൾ പ്രതാപൻ വയലന്റ് ആകുമായിരുന്നു. ഞാൻ അന്നു മുതൽ വാമദേവനെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. കാര്യം ചോദിക്കുമ്പോഴൊക്കെ അയാൾ ഒഴിഞ്ഞു മാറിയിരുന്നു. മാത്രമല്ല പ്രതാപനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ശരിയാക്കി കൊണ്ടുവന്നതും ഈ വാമദേവനാണ്. അയാൾ എന്തൊക്കെയോ പ്രതാപൻ തുറന്നു പറയുമോ എന്ന് പേടിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം എത്രയും പെട്ടെന്ന് അയാൾക്ക് ചികിത്സ കൊടുത്ത് ശരിയാക്കി കൊണ്ടുവന്നത്. പിന്നെ ഒരുപാട് തവണ ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ ഞാൻ പ്രതാപന്റെ അമ്മയോട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് വാമദേവനെ കാണുമ്പോൾ ഇങ്ങനെ അയാൾ വയലന്റ് ആവുന്നതെന്ന്. അത് കേട്ടുവന്ന പ്രതാപനാവട്ടെ എന്നോട് പറഞ്ഞു, അവൻ കൊലയാളിയാണെന്ന്. അപ്പൊ തന്നെ പ്രതാപന്റെ അമ്മ ആ അയാളെ വാ പൊത്തിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. എന്തൊക്കെയോ സംശയങ്ങളുണ്ട് മോനെ എനിക്ക്. ഇനിയിപ്പോ വാമദേവനും ഇതിന് പിന്നിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രതാപനും വാമദേവനും തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമാണോ എന്നിങ്ങനെ കണ്ണൻ ചോദിക്കുന്നു. അതുകൊണ്ടായിരിക്കാലോ നിങ്ങളുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാനൊക്കെ കാരണം. അയാൾ മുഖേനയല്ലേ ഈ ബന്ധം വന്നത്. അപ്പൊ പിന്നെ സംശയിക്കേണ്ടതുണ്ട്. ശരി അമ്മേ. പിന്നെ ഇത്രയും നേരം മഞ്ജു ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ അവൾ ചോരത്തിളപ്പിൽ കമലേശ്വരത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ എന്തൊക്കെ സംഭവിക്കാന്നറിയില്ല. അമ്മ എന്തായാലും ഇവിടെ ഉണ്ടാവില്ലേ? ഞാനിപ്പോ ഒരിടം വരെ പോയിട്ട് വരാം, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ ഐശ്വര്യ മുന്നിൽ മഹിയെ ആ കണ്ണാടിക്കുള്ളിലൂടെ നോക്കുമ്പോൾ കാണുന്നില്ല. അവരാണെങ്കിൽ നെഞ്ചു പൊട്ടി കരയുന്നുണ്ട്, മഹിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ എങ്ങോട്ടോ റെഡിയായി പോവാൻ നിൽക്കുമ്പോൾ ദുർഗയാണെങ്കിൽ ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എടാ മോനെ, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. അല്ല മോനെ, ഹോസ്പിറ്റലത്തെ കാര്യം എന്തെങ്കിലും നീ അറിഞ്ഞോ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും അവരും കുഞ്ഞും ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ചത്തുപോട്ടെ നീ. എടാ അങ്ങനെ സംഭവിച്ചാൽ നമ്മളെല്ലാവരും പുറത്താ. അവൻ ഒരിക്കലും നമ്മളെ ഇവിടെ വാഴിക്കില്ലെന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും പുറത്തു പോകാൻ റെഡിയാണ്. പക്ഷെ അമ്മ പോകണ്ട. അയാൾ എത്ര വലിയ വക്കീലാണെങ്കിലും അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാണിത്. അങ്ങനെ അമ്മയെ ഇറക്കി വിടാനുള്ള നിയമമൊന്നും അയാളുടെ വക്കലില്ലെന്നിങ്ങനെ ഉണ്ണി പറയുന്നു. എടാ അതൊന്നും പറഞ്ഞ് ശരിയാവില്ല, അവന്റെ വീടല്ലേ ഇത്. അമ്മ എന്തായാലും ഇവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കരുത്. ഞാൻ വേണമെങ്കിൽ പൊയ്ക്കോളാം. എന്തായാലും അയാളുടെ ചെലവിൽ ജീവിക്കേണ്ട എന്നുള്ള തീരുമാനമാണെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല എന്നൊക്കെ ഉണ്ണി പറയുകയാണ്. എടാ കരുണമ്മളെ കുറിച്ച് വല്ലതും അറിഞ്ഞോ? ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ എന്തായാലും അവിടെ വരെ ചെന്നിട്ട് വരാം. അപ്പോഴേക്കും മഞ്ജു ആണെങ്കിൽ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. ആരാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ണിയും ദുർഗയും മുറ്റത്തേക്ക് പോയി നോക്കുമ്പോൾ മഞ്ജുവാണ്. വളരെ ദേഷ്യത്തോടു കൂടി തന്നെ മഞ്ജു അകത്തേക്ക് കയറി വരികയാണ്. എന്തിനാണ് നിങ്ങളെപ്പോലുള്ള രാക്ഷസ കൂട്ടങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? എവിടെ ആ രാക്ഷസി? രക്തം കുടിക്കാനായിട്ട് അവൾ ദാഹിച്ച് നടക്കുകയായിരുന്നല്ലേ? എടി എന്തായി ഹോസ്പിറ്റലത്തെ കാര്യം? ഓ, അമ്മയും കുഞ്ഞും മരിച്ചെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരിക്കും അല്ലേ? എന്നാലേ കേട്ടോ, അവർക്ക് ഒരാപത്ത് സംഭവിച്ചിട്ടില്ല. എന്നാലും നിങ്ങളെപ്പോലുള്ളവര് എന്തിനാ ഇങ്ങനെ ഓരോ പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാ വെറുതെ പാപം വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? അവളിവിടെ ഉണ്ടെങ്കിലേ ഞാൻ അവളെ ഇതിനേക്കാൾ വലിയ ശിക്ഷ കൊടുത്തേനെ എന്നൊക്കെ പറയുമ്പോ പിന്നെ കരുണമോൾ ചെയ്തതിൽ എന്താ തെറ്റ്? അതുപോലെയാ ആ മഹാലക്ഷ്മി ഇവിടെ ഭരണം കാണിച്ചു നടന്നിട്ടുണ്ടായിരുന്നത്. അവൾക്ക് മാന്യമര്യാദയ്ക്ക് ജീവിച്ചു പോയ പോരെ? എന്തിനാ കരുണമോളെ കൊണ്ട് ഓരോ ജോലികൾ ചെയ്യിപ്പിച്ചത്? എടുത്ത പൊങ്ങത്തെ ജോലിയായിരുന്നു കരുണമോൾ ഇവിടെ 2-3 ദിവസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോലികൾ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഓ പിന്നെന്തിനാ അവൾ രാജകുമാരിയായിട്ട് വാഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കെട്ടിക്കൊടുന്നത്? ഒരു കാര്യം ഓർത്തോ, ഇനി ആ കരുണയെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിക്കുക വേണ്ട. ഉറപ്പായിട്ടും അവൾ ഇനി വീട്ടിൽ കാല് കുത്തരുതെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അത് പറയാൻ നീ ആരടിന്ന്? പറയേണ്ടവരെ വഴുകാതെ പറഞ്ഞോളും. അതുപോലെയുള്ള പ്രവൃത്തിയാണ് അവൾ ചെയ്തിരിക്കുന്നത്. അവൾക്കുള്ള ശിക്ഷ വഴിയെ വരുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചേ. അവളെയൊക്കെ എടുത്ത് കളഞ്ഞോടറോ തന്റെ ജീവിതത്തിൽ നിന്നെന്ന് പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ പൊട്ടിത്തെറിക്കുമ്പോൾ കളയേണ്ടതേ അവളെയല്ല, നിന്റെ ജീവിതത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആ സാഗറിനെയും ആ കണ്ണന്റെ ജീവിതത്തിൽ തൂങ്ങിക്കിടക്കുന്ന മഹാലക്ഷ്മിയെയാണെന്ന് അങ്ങനെ പറയുമ്പോൾ ആ ആയിക്കോട്ടെ, പക്ഷെ അതൊരിക്കലും ഉണ്ടാവുമെന്ന് നിങ്ങൾ കരുതണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോകാനായിട്ട് നിൽക്കുമ്പോൾ ഡി മഞ്ജു അവിടെ നിൽക്ക്. എന്തായി ഹോസ്പിറ്റലിലെ കാര്യം? ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സന്തോഷിക്കാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നു. എടാ മോനെ, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. വീഴ്ചയുടെ ആഘാതത്തിൽ ഉറപ്പായിട്ടും ബുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഉണ്ണിയോട് ദുർഗ ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് ഉറപ്പിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മോഹിനിയാണെങ്കിൽ മഹിക്ക് വേണ്ടി കരഞ്ഞു തളർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലേഖയും അനന്തവും ഓടിപ്പിടിച്ച് അങ്ങോട്ട് എത്തുന്നത്. അമ്മേ എന്തായി? ഒന്നും അറിയില്ല മോളെ. അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ? അറിയില്ല മോളെ, ഒന്നും അറിയില്ല. അല്ലമ്മേ, ഈ മഹിയും കണ്ണേട്ടനും ചെയ്തത് വളരെ ബുദ്ധിമോശമാണെന്നൊക്കെ പറയുമ്പോൾ അറിയാം മോളെ, ഒരു തെറ്റുപറ്റി പോയി. എന്നാലും ഞാൻ ഒരുപാട് തവണ മഹിയെ ഫോണിൽ വിളിക്കുമായിരുന്നു. ഏകദേശം ഒരു 6 തവണയെങ്കിലും. കാരണം അതുപോലെയാണല്ലോ കരുണയെ അവൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് എന്തെങ്കിലും ഭക്ഷണത്തിൽ കലർത്തി വിടുമോ എന്ന് പേടിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ അവൾ കുഞ്ഞിനെ മാത്രമല്ല അമ്മയെയും കൂടിയാണ് കൊല്ലാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. കണ്ണേട്ടൻ കണ്ണേട്ടന്റെ അച്ഛനെ കൊന്നതിൽ 2 ആൾക്കും മാപ്പ് കൊടുത്തതായിരുന്നു. പക്ഷെ ഇപ്പോ ഇനി ഇത് കണ്ണേട്ടൻ ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. ഉറപ്പായിട്ടും കരുണയ്ക്കും കരുണയുടെ അച്ഛനും വേണ്ട ശിക്ഷ വാങ്ങി കൊടുക്കുമെന്ന് പറയുമ്പോൾ അവർ അനുഭവിക്കണം മോളെ എന്നൊക്കെ ഇങ്ങനെ മോഹിനി പറയുന്നു.
അല്ല, എന്നിട്ട് കണ്ണേട്ടൻ എവിടെ? കാണുന്നില്ലല്ലോ. അത് പിന്നെ ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് സംശയങ്ങൾ കണ്ണനോട് പറഞ്ഞിരുന്നു. ആ നിമിഷം കണ്ണൻ ഇവിടെ നിന്നും പോയി. എന്താ അമ്മേ, എന്താ കാര്യം എന്നിങ്ങനെ അനന്തി ചോദിക്കുമ്പോൾ അത് ആ വാമദേവനെ കുറിച്ചുള്ള സംശയങ്ങളാണ്. അയാൾ പ്രതാപനെ ഒരുപാട് ഭയപ്പെട്ടിരുന്നു. അന്ന് പ്രതാപൻ മാനസിക നില തെറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളാണ് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പ്രതാപനെ ശരിപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നത്. പിന്നെ അയാൾ കൊലയാളിയാണ് കൊലയാളിയാണെന്നുള്ള പ്രതാപൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അപ്പൊ പിന്നെ അതൊക്കെ കൂട്ടി വായിച്ചപ്പോൾ എനിക്കെന്തോ ഡൗട്ട് തോന്നി. അത് കേട്ടതിന് ശേഷം കണ്ണൻ ഇവിടെ നിന്നും പോയതാണ്. അറിയില്ല എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന്. അമ്മേ, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ആ പ്രതാപനും വാമദേവനും ഒക്കെ തന്നെ ഒന്നും ചെയ്യാൻ മടിക്കാത്ത കൂട്ടത്തിലുള്ളവരാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാമേ, അമ്മയുടെ മോൾ തന്നെയാണ് കരുണ. അനന്ത് പറയുന്നുണ്ട്, അമ്മയുടെ മോളാണെങ്കിലും അവളെ വളർത്തി വലുതാക്കി വഷളാക്കി വെച്ചത് ആ പ്രതാപന് മുത്തശ്ശിയല്ലേ. അതിന്റെ കൂടെ മോള് കാണിക്കാതിരിക്കില്ലല്ലോ. അതെ അമ്മയും. പക്ഷെ മഹാലക്ഷ്മി ദൈവങ്ങളുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ കരുണയോട് ഒരു കാരണവശാലും ദൈവങ്ങൾ പൊറുക്കില്ല. ഇനി കരുണ ഏതൊക്കെ രീതിയിൽ അനുഭവിക്കാൻ പോകുന്നതെന്നും അറിയില്ല. എനിക്കറിയാം മോളെ. എന്തായാലും നമുക്ക് മഹിയും കുഞ്ഞും ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ആകെ വിഷമിക്കുന്നു. പിന്നീട് കണ്ണനാവട്ടെ ഈ സമയം പ്രതാപനെ ചികിത്സിച്ച ആ ഡോക്ടറെ കാണാനായിട്ട് വരുന്നുണ്ട്. ഡോക്ടർ പ്രതാപനെ ചികിത്സിച്ച് ശരിയാക്കിയത് ഡോക്ടറെല്ലാം ചോദിക്കുമ്പോൾ അതേന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് വാമദേവനാണോ ഇവിടേക്ക് കൊണ്ടുവന്നത്? അതെ. അല്ല ഡോക്ടർ, അയാള് എന്തെങ്കിലും സത്യങ്ങൾ ഡോക്ടറോട് തുറന്നു പറഞ്ഞിരുന്നോ? ഒരുപാട് തവണ അയാൾ വയലന്റ് ആയി. പിന്നെ അയാളെ പോലെ ഒരാളെ ഒന്ന് സൈലന്റ് ആക്കാനും പിടിച്ചു കെട്ടാനും ഒരുപാട് പ്രയാസപ്പെട്ടു. പക്ഷെ അപ്പോൾ കുറച്ച് സത്യങ്ങൾ അയാൾ എന്നോട് തുറന്നു പറഞ്ഞു. എന്താ ഡോക്ടർ? ട്രീറ്റ്മെന്റിന്റെ ഭാഗമായത് കൊണ്ട് തന്നെ അതൊന്നും എനിക്ക് പുറത്തു വിടാൻ കഴിയില്ല. ഇപ്പൊ താൻ അന്വേഷിച്ചു വന്നതുകൊണ്ട് തുറന്നു പറയാം. അങ്ങനെ പ്രതാപനെ ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർ തുറന്നു പറയുകയാണ്. അതായത് ലോറി ഡ്രൈവറായിട്ട് കഷ്ടപ്പെടുന്ന സമയത്താണ് മോഹിനി എന്നുള്ള സ്ത്രീയുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുന്നതെന്നും അതിലൊരു കുഞ്ഞുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടറോട് പ്രതാപൻ പറയുന്നുണ്ട്. മാത്രമല്ല മഹാലക്ഷ്മിയെ വെറുപ്പായിരുന്നുവെന്നും അവളെ ഒരു വീട്ടുജോലിക്കാരിയായിട്ട് മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ എന്നുള്ള സത്യം കൂടി പ്രതാപൻ ഡോക്ടറോട് തുറന്ന് പറയുന്നുണ്ട്. പിന്നീട് ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു, കരുണ. അവൾ ഞങ്ങളുടെ ജീവനാണ്. കരുണ മോള് അവളായിരുന്നു ഞങ്ങളുടെ എല്ലാം. അല്ല, ഈ വാമദേവൻ എന്ന് പറയുന്ന ആൾ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഉണ്ട്. അയാൾ ഒരു കൊലയാളിയാണെന്നിങ്ങനെ പ്രതാപനാണെങ്കിൽ ഡോക്ടറോട് തുറന്നു പറയുന്നു. ഇതൊക്കെ തന്നെ ഡോക്ടറെ കണ്ണനോട് തുറന്നു പറയുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ കണ്ണനാണെങ്കിൽ ഏകദേശം കാര്യങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് വാമദേവനാണ് ഇതിന് പിന്നിലെന്ന്. അപ്പൊ കാത്തിരിക്കാം കിളിയൻ എപ്പിസോഡ്സിന്.